ആ വരവ് കണ്ടു, നടന്നുകൊണ്ടുള്ള ആ ചിരി കണ്ടു, മദ്യപിക്കാനുള്ള ആ ഒരു മനസ്സ് കണ്ടു. ഓക്കെ, വെൽക്കം ടു മദ്യലോകം മിസ്റ്റർ ഡ്രാഗൻ. ഇപ്പോൾ പരിപാടി തുടങ്ങിയാലോ മിസ്റ്റർ ഡ്രാഗൻ ജി? ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്ന പൊളിച്ച് എങ്ങനെയുള്ളൂ. ഇവിടെ രണ്ട് മറ്റേ ടൈപ്പ് കളറിലുള്ള ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ തന്റെ റൂം ഈ കളറിലുള്ള ലൈറ്റ്. ഹോട്ടലിൽ പോയാലും എത്ര വലിയ ഹോട്ടലാണെന്ന് പറഞ്ഞാലും നമ്മൾ കഴുകിയിട്ടേ അവിടുത്തെ ഗ്ലാസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിന്റെ ഒരു ശാസ്ത്രം, അല്ലേ ഡ്രാഗൻ ജി? കാരണം ഒരിക്കലും ആൾക്കാരോട് അത്ര ആത്മാർത്ഥതയുള്ള ആൾക്കാരൊന്നും അല്ല, അല്ലേ? ഓക്കെ മിസ്റ്റർ ക്ലാസിക് ഡ്രാഗൻ, ഞാനിതൊന്നും സെറ്റ് ചെയ്തില്ല കേട്ടോ. ബാഗെല്ലാം അതേപടി വെച്ചിട്ട് തന്നെയൊക്കെ ഒന്ന് വിളിക്കാൻ വരുന്നത്. വെള്ളം അടിക്കാനുള്ള ആ ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന കാരണം വേറെ ഒന്നും സെറ്റ് ചെയ്യാൻ തോന്നിയില്ല. ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് നൈറ്റ് ഈസ് ഹിയർ വിത്ത് പച്ചത്തണ്ണി. പച്ച ഉടുപ്പിട്ട് പച്ച തണ്ണി അടിക്കുന്ന ഡ്രങ്കൻ ജി, പച്ചയായ ഡ്രങ്കൻ. എങ്ങനെയുണ്ട് വെള്ളം കുടിച്ചിട്ട്? സ്മൂത്ത് ആണ്. ആ സത്യമാണ്, ഇത്ര നേരം വെള്ളം കുടിച്ചില്ല. ഓക്കെ ഓക്കെ ഗായ്സ്, ഇറ്റ്സ് ടൈം ഫോർ the revelation, the revealing moment is here. നമ്മുടെ കമ്പനിക്കാരൻ പച്ച അല്ല അവരുടെ പേര്. ഇത് സാധനം കണ്ടിട്ടിരിക്കുന്നത് ചാത്തമല്ലോ ആണോ? ഷിറാസ് എക്സോ ബ്രാൻഡി. 600 രൂപയാണ് ഒരു അരയുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ. ഇതുവരെ നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഇല്ലാത്തൊരു ഐറ്റം ആണ്. സംഗതി കൊള്ളാതിരിക്കാം, അല്ലേ മിസ്റ്റർ ഡ്രാഗൻ ജി? ഓക്കെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ആണ്. ആരും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ സ്വന്തം റിസ്കിലും ഞങ്ങളുടെ സ്വന്തം താല്പര്യത്തിന് പോലും നമ്മൾ ചെയ്യുന്നതാണ്. ഒരിക്കലും ഡ്രാഗൻ ജി, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അതെ, ഫസ്റ്റ് സ്റ്റിക്കർ. അതെ, ഫസ്റ്റ് റൗണ്ട് മൈക്ക് പിടി ഒഴിച്ചോളൂ. ചേർന്ന് മതി, ഫസ്റ്റ് റൗണ്ട് ചേർന്ന് മതി. ഓക്കെ മിസ്റ്റർ ഡ്രാഗൻ ജി. മിസ്റ്റർ ഡ്രാഗൻ ജി, കമോൺ. ഇന്ന് സോഡ എല്ലാം ബഹിഷ്കരിച്ച് നമ്മൾ വെള്ളത്തിലാണ്, അല്ലേ? പച്ചയാണ്, ശരിയാണ്. പക്ഷെ ഇത് പച്ചമാ സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു സിഗ്നേച്ചർ ആണ്. പക്ഷെ ഇതിന്റെ പേര് ഷിറാസ്. അതെ, എസ് വെച്ച് തുടങ്ങി. എന്ത് കിണ്ടിങ്ങിലാണല്ലേ? അകത്തോട്ട് പോകുമ്പോ എല്ലാം ഒന്നും തന്നെയാണല്ലോ. ഓരോന്നോരോന്ന് എടുത്തോണ്ട് വരുവാണ് ഡ്രാഗൻ. വെള്ളപടി തുടങ്ങുന്ന ഡ്രങ്കൻ ടച്ചിങ് സൈഡ് തുടങ്ങും. ആണോ? എരിവ് വേണമല്ലോ. അപ്പൊ പണി തുടങ്ങിയല്ലോ. ഫസ്റ്റ് ഔട്ട് മയക്കുടി. ഓക്കെ മിസ്റ്റർ ഡ്രാഗൻ ജി, ദ ഫസ്റ്റ് റൗണ്ട് കൊച്ചി മയക്കുടി ഈസ് ഹിയർ. And cheers with you. ഞാൻ നേരത്തെ പറഞ്ഞു പേരിലോ കളറിലോ ഒന്നുമല്ല കാര്യം. ഇപ്പൊ മനുഷ്യന്റെ കാര്യമാണല്ലോ അത് തന്നെ. പുറമെയുള്ള കാഴ്ചയിലോ ഒന്നിലോ അല്ല കാര്യം. ഉള്ളിൽ എന്താണോ അതിലാണ് കാര്യം, അല്ലെ? റിവ്യൂ വേണം. റിവ്യൂ അല്ലേ? ഒരു മനസ്സിൽ തോന്നി മതിയാ വേണ്ട കുറച്ച് ഒഴിക്കാം. ഡ്രാഗൻ ജി, സാധാരണഗതിയിൽ താങ്കൾ ഇങ്ങനെ പെട്ടെന്ന് ഒഴിക്കാത്തതാണല്ലോ. പിന്നെ എന്ത് പറ്റി? ഇന്ന് ധൃതി പിടിച്ചു വിശക്കുന്നല്ലേ? സത്യമായിട്ട് കാര്യം, എനിക്ക് നല്ല വിശപ്പുണ്ട്. കാരണം ഇന്ന് ആക്ച്വലി ഞാൻ ലീവ് ആയിരുന്നു. പക്ഷെ വേറെ കുറെ കമ്മിറ്റ്മെന്റ്സും എൻഗേജ്മെന്റ്സും ഉള്ള കാരണം ഫുഡ് കഴിക്കുന്ന കാര്യം ഡിലേ ആയിപ്പോയി. അതാണ് പിന്നെ കഴിച്ചില്ല. അതാണ് സത്യം. ഡ്രങ്കൻ എന്തിന്റെ പേരാണോ കഴിക്കാൻ എനിക്കറിയാൻ പാടില്ല കേട്ടാ.
എനിക്ക് എത്ര വെള്ളമായിട്ട് കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ആ സോഡയുടെ ആ ഒരു പഞ്ച് വരുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു സന്തോഷമുണ്ട്. സംഗതി കൊള്ളാം. ചാത്തനാണോ മിസ്റ്റർ ഡ്രാഗൻ ജി? അടുത്ത റൗണ്ട് എനിക്ക് വെള്ളം ഒഴിച്ച് വെക്കാൻ എനിക്ക് റിവ്യൂ ചെയ്യേണ്ടതാണ്. ചെറുത് താങ്കളും ട്രൈ ചെയ്യണം. ഒരു ട്രൈ അടിയിടോ. അല്ല, ഡ്രൈ അടിക്കുമ്പോ വിശപ്പ് കൂടൂടോ, കൂടുതൽ ഫുഡ് കഴിക്കാൻ പറ്റും. ആ അത് ശരിയാണ്, കത്തും. ഓക്കെ ഗായ്സ്, ഇറ്റ്സ് ടൈം ഫോർ ദ റിവ്യൂ. നമ്മുടെ ഞാനിതൊരു കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല, ഞാൻ ആ കൂടി ഒരു ഗ്രീൻ ബോട്ടിൽ കണ്ടിട്ടുള്ള ഡ്രഗൻ ജി പറഞ്ഞ പോലെ സിഗ്നേച്ചറിന്റെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സീസർ ഉണ്ട്, പിന്നെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് നെപ്പോളിയൻ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ബിയേഴ്സ് ഒക്കെ ഉണ്ട്, ഫ്രഞ്ച് ബ്രാൻഡ്. പക്ഷേ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലില് ഇതുപോലൊരു പച്ച നിറം കൊടുക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും കേട്ടോ. പക്ഷേ അതിലൊന്നുമല്ല കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു. ഇറ്റ്സ് ടൈം ഫോർ ദ റിവ്യൂ. ഫസ്റ്റ് ഇനിഷ്യൽ ആയിട്ടുള്ള നമ്മൾ ആ സ്മെല്ലിങ് ചെയ്യുമ്പോൾ വരുന്നൊരു, ഞാൻ എന്റെ അഭിപ്രായം പറയാണ്, എനിക്ക് ഫീൽ ആയെന്ന് ആ ഒരു മിഠായിയുടെ സ്വീറ്റ്സിന്റെ ആ ഒരു സ്വീറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നതല്ല, നമ്മുടെ നോർമൽ സ്വീറ്റ്സ് ഉണ്ടല്ലോ, കാൻഡി എന്നൊക്കെ പറയുന്നത്, അതിന്റെയൊക്കെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം നമ്മളറിയാലോ മിഠായിയൊക്കെ മണക്കുമ്പോൾ നമുക്ക് അറിയാം, ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഓഡോറാണ് ആക്ച്വലി. അപ്പോ ഇനി ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് വെള്ളം ഒഴിച്ച് കുടിച്ചപ്പോ എനിക്ക് ആക്ച്വലി ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ, പക്ഷെ ആ സംഭവം സ്മൂത്ത് ആണ് ആക്ച്വലി. അതെ, സ്മെല്ല് പോലെ തന്നെ നല്ലൊരു സ്വീറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ചെറിയൊരു തരത്തിലൊരു പോച്ചില് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതെ, എടുത്തു നിൽക്കുന്ന ആ സ്വീറ്റ്നെസ് ആണ്, ആ മധുരമാണ് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്. പിന്നെ ചെറുതായിട്ട് ഒരു ഫ്രൂട്ട്സിന്റെ ഒരു ഫ്ലേവർ എവിടേക്ക് ഒരു പിഞ്ചായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതില്ലാതെ ഒരു പരിപാടി ഇല്ലല്ലോ. താൻ അതെനിക്ക് വെച്ചതല്ലോ ഡ്രാഗൻ. സീരിയസ്, ബ്രാൻഡി എന്ന് പറയുന്നത് എനിക്കറിയാം ഫ്രൂട്ട്സ് ആണ്, ഫ്രൂട്ട്സ് ഇട്ട് വാറ്റുന്നതാണ് ബ്രാൻഡി, എസ്പെഷ്യലി ഗ്രേപ്സ്. പക്ഷെ ചിലതിന് മിക്സഡ് ഫ്രൂട്ട്സിന്റെ ഒരു ഫ്ലേവർ വരും. എനിക്കിതിന് ആ ഒരു ഫീലാണ് എനിക്ക് വരുന്നത് ആക്ച്വലി. പിന്നെ ആ ഒരു മധുരം ആണ് എടുത്തു നിൽക്കുന്നത് ആക്ച്വലി. സോ ഇറ്റ്സ് എ ഗുഡ് ബ്രാൻഡ്. അതുകൊണ്ട് ഇത്തിരി സോഡ വെച്ചേക്കാം. സോഡ ഇല്ല, പകരം വെള്ളം, പച്ചത്തണ്ണി, പച്ചക്ക് പച്ചത്തണ്ണി. നല്ല ബ്രാൻഡാണ്, സ്മൂത്ത് ആണ്. ഞാൻ പറയല്ലോ സ്മൂത്ത് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ, സ്മൂത്ത്നെസ് ആക്ച്വലി. ഡ്രങ്കൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് നല്ല എരിവുണ്ട് കേട്ടോ, ഇതിലൂടെ കഴിക്കാൻ ബെസ്റ്റ് ആണ്. ഞാൻ അച്ചാർ പറഞ്ഞിരുന്നു, അപ്പൊ ഡ്രാഗൻ പറഞ്ഞു അത് ഡേറ്റ് എക്സ്പയർ ആണെന്ന് അറിയാൻ പറ്റത്തില്ല, പൂപ്പലൊക്കെ കൂടെ കഴിച്ചു കഴിഞ്ഞാല് വയറടിച്ച് പോകും. യു നോ ദ റീസൺ. മിസ്റ്റർ ഡ്രാഗൻ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിനെ കുറിച്ച്? നോക്കി, പച്ച പച്ച സെയിം പിച്ച്. താൻ മുൻകൂട്ടി കണ്ടതല്ലേ എന്ത് പച്ച മേടിക്കുന്നു? അതെ, പറ്റുന്നില്ല 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 ഡ്രാഗന്. കട്ടി ഒഴുകി ഒഴിച്ചേക്ക് എന്ത് പറ്റിയോ? നോ ഡ്രൈ അടിക്കാൻ പോണോ? എന്നാ അടിയിടൂ. അതെ, ഞാൻ മിഠായിയുടെ പറയാം, ഞാൻ വേണം പറയാറുന്നേ. ഒന്ന് അടിക്കട്ടു, ഡ്രൈ അടിയിടൂ. ദൈവമേ, ഡ്രങ്കൻ ചെയ്യും വെറുതെ പറഞ്ഞാണേ. ഡ്രങ്കന് സെറ്റ് അടച്ചാല ദിവസങ്ങൾ അങ്ങനെയാണ്. ഡ്രങ്കൻ മനസ്സിന് സന്തോഷമുള്ള ദിവസവും ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ ഡ്രങ്കൻ എടുത്തങ്ങ് താങ്ങും. കഴിഞ്ഞ ദിവസം നിങ്ങളത് കണ്ടു. എങ്ങനെയുണ്ട് ഡ്രൈ അടിച്ചിട്ട്? കൊള്ളാവോ? അത് ശരി, എന്നാ എനിക്ക് ഒരെണ്ണം ഒഴിക്കണോ? കട്ടി ഒഴിക്കലും ഞാൻ ഒരെണ്ണം ട്രൈ അടിച്ചു നോട്ടെ. ലെറ്റ്സ് സീ ഹൗ ദിസ് ഗോസ് ഇൻ.
ഓ എന്തോ ഡ്രങ്കൻ എന്ന് മാന്യനായിട്ടാ ചെറുത് കഴിച്ചു തന്നുള്ള ഖത്തറുണ്ടല്ലേ ഡ്രൈ അടിക്കാം എനിക്ക് മറ്റേ ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് ചെറിയൊരു പോച്ചിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ കമാൺ മിസ്റ്റർ ഡ്രങ്കൻ ജി. അപ്പോൾ ഡ്രങ്കൻ പറഞ്ഞു ഡ്രങ്കൻ സർട്ടിഫൈ ചെയ്തു, അതായത് എല്ലാം നല്ലതാണെന്നല്ല പറയുന്നത്, കഴിക്കുമ്പോൾ മിഠായിയുടെ ഒരു സ്മെല്ലും ഫ്ലേവറും ഉണ്ടെങ്കിൽ പോലും പോച്ചിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പോച്ചിലുണ്ട്. സോ ഇറ്റ്സ് ടൈം ഫോർ ദ പ്രൈസ്. അപ്പൊ ഇതിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മളൊരു പരസ്യമുണ്ടല്ലോ സ്നിക്കേഴ്സിന്റെ, വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാവും എന്ന് പറയുന്ന പോലെ ഒരു ഡ്രങ്കന്റെ കാര്യം. വിശന്നാൽ ഡ്രങ്കന് ഒന്നുമല്ല, വിശപ്പാണ് വലുത്, ഭക്ഷണം. അത് ഡ്രങ്കൻ ഒരിക്കൽ കൂടെ പ്രൂവ് ചെയ്തു. ഒഴിച്ചു വെച്ച ഒഴി നിങ്ങൾ കണ്ടല്ലോ, ഇത് കണ്ടാ മക്കളെ, ഇതൊന്നും പതിവില്ലാത്ത കാര്യമാണ് ഡ്രങ്കൻ ജിക്ക്. പക്ഷെ സാധനം ഒരു ഞങ്ങളിപ്പോ അടിച്ച എത്ര വെച്ചാല് ഇത്ര അടിച്ചിട്ടോ, നമ്മൾ ഇത്രയൊന്നും കഴിക്കാത്തതാണ് ആക്ച്വലി. ഈ ഡ്രങ്കൻ ഒറ്റ കാറാണ് ഇത്ര അടിച്ചേട്ടോ. പക്ഷേ ഇത്ര അടിച്ചെങ്കിലും നല്ല മൂഡായി, സെറ്റായി. സത്യം പറയാട്ടോ, സെറ്റായിട്ടുണ്ട് ഒരുമാതിരി അല്ലോ. അപ്പൊ എന്നിരുന്നാലും ഇതിവിടെ ചെല്ലുമ്പോൾ എന്തായി വരും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ബട്ട് യു ആർ ഓൾവേസ് വെൽക്കം ടു സീ us. കാരണം ഞങ്ങൾ എന്തായാലും ഞങ്ങൾ കഴിക്കും. ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങളുടെ ലിമിറ്റ് ഇത്തി വിട്ടു പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ അല്ലേ ഡ്രങ്കൻ ജി? അപ്പോൾ ഞാൻ ഒഴിക്കാം വെള്ളം. തനിക്ക് വെള്ളം അതോ ഇത് ഡ്രൈ ആണോ? വെള്ളം ഒഴിച്ചു. അയ്യോ കുറച്ച് സ്വല്പം കൂടി ഒഴിച്ചു. Okay, so it's time. ഇത് ആക്ച്വലി ഫൈനൽ സ്റ്റേജ് അല്ലായിരുന്നു ആക്ച്വലി. കാരണം എനിക്ക് എന്റെ പേഴ്സണലി രണ്ടെണ്ണം കൂടെ അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ലെവലില്. പക്ഷെ ഡ്രങ്കൻ ഇത്രയും ഒഴിച്ച സ്ഥിതിക്ക് ഈ ലെവലിൽ കൂടുതൽ അടിക്കാൻ എനിക്ക് വയ്യ. കാരണം നമുക്ക് നാളെയൊക്കെ വ്ളോഗ് എടുക്കാനുള്ളതാണ്, നാളെയും മറ്റന്നാളും. സോ നമുക്കിത് ഈ റൗണ്ട് ഫൈനൽ റൗണ്ട് ആക്കി ഇത് ഇവിടെ കൊണ്ടങ്ങ് തീർക്കാം. അതല്ലേ നല്ലത്, അതാണ് നല്ലത്. സോ ലെറ്റ്സ് ഡു ദിസ്. കഴിഞ്ഞിട്ട് വേണം, ഞങ്ങള് കടയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, തട്ടുകട. നമ്മള് കുറച്ച് നടക്കണമെന്നല്ലേ ഉള്ളല്ലേ, പക്ഷെ രാത്രി വെള്ളം അടിച്ച് നടക്കുമ്പോൾ ഒരു പ്രത്യേക എഫക്റ്റ് ആണ് കേട്ടോ. ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കല്ല, വെള്ളം അടിച്ചിട്ട് ഒന്ന് നടക്കാനും പോകട്ടെ, എവിടെയെങ്കിലും ചുരുണ്ട് കൂടിക്കിടന്ന് ഉറങ്ങണം. ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നു പോയി ഭക്ഷണം കഴിക്കുകയാണ്. സോ ദ ഫൈനൽ ചേസ് ഓഫ് ദ നൈറ്റ് ഈസ് ഹിയർ. നീ ആശാനോടെ വാ, പച്ചക്കുട്ടൻ. Cheers. നമ്മള് ലിമിറ്റ് വിട്ടിട്ട് കഴിച്ചു, അതിന് സോറി. ഞങ്ങളോട് ഒരു സോറി പറഞ്ഞു. ഇതെല്ലാം ഉത്തരവാദിത്തം അങ്ങനെയുണ്ടാ. ഇനി നമുക്ക് ഫുഡ് അടിക്കുന്ന സെഗ്മെന്റ് കാണാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ. ഞാൻ 8 ദിവസം ചട്നിയും ചേട്ടാ കഴിക്കാനുള്ള ഓർമ്മയുണ്ടല്ലേ? ഞാനിന്ന് കപ്പ ബിരിയാണി, ദോശ, പൊറോട്ട, പുട്ട്, അപ്പം, ഇടിയപ്പം. കപ്പ ബിരിയാണി അടിച്ചാലോ? നീ ഒരു കപ്പ ബിരിയാണി, ഞാൻ ഒരു പുട്ടോ. ഓക്കെ.
ചേട്ടാ കപ്പ ബിരിയാണി ഏതൊക്കെയാ ഉള്ളത്? കപ്പ ബിരിയാണി ബീഫ്, ചിക്കൻ, ലിവർ, കൂട്ടി. ഓക്കെ, ഒരു കപ്പ ബിരിയാണി ചിക്കൻ, പിന്നെ ഒരു പുട്ട്, പിന്നെ എന്താണ് കഴിക്കല്ലേ? രണ്ട് പൊറോട്ട, ഒരു ചിക്കനും കപ്പ അടിച്ചോ. ഇനി ചേട്ടൻ അടിക്കണ്ട, പുട്ടും ബീഫ് കറിയും. ബീഫ് കറി ഇതാ. എന്നാ അവിടെ പടയ്ക്കണോ? പിന്നല്ലേ എന്റെ എന്ത് പറഞ്ഞു ബിരിയാണി അല്ലേ കപ്പ. സോമസ് ചേട്ടാ അങ്ങനെ എങ്ങനെയുണ്ട് രാത്രി ഫുഡ് കഴിക്കാണ്ട്? എപ്പോഴും കഴിക്കാം. എപ്പോഴാണ് കഴിക്കാല്ലേ? വെള്ളപ്പൊക്കോ നമുക്ക് അപ്പുറത്തോട്ട് പോയല്ലോ. ഇവിടുന്ന് കഴിച്ചില്ല, ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോയാലോ? തിരക്കല്ലോ. നമ്മള് ഈ രാത്രിയുടെ മറവിൽ ഇങ്ങനെ കഴിക്കുന്ന ഒരു പ്രത്യേക എഫക്റ്റാണ്. സുഖമല്ലേ? താങ്കള് വിചാരിച്ച കാര്യങ്ങൾ നടന്നല്ലോ അല്ലേ? താങ്കൾക്ക് ബീഫ് വേണമെന്ന് വിചാരിച്ചു. അല്ല, പുട്ടും ബീഫും. ഓക്കെ, സോറി. നല്ല പരിപാടിയല്ലേ? നല്ല ബീഫ്, നല്ല ക്വാണ്ടിറ്റി. ഓക്കെ, നല്ല ചൂടാണ്. ബട്ട് ഐ ഡോണ്ട് കെയർ. പക്ഷെ എനിക്ക് ഈ സവോളയുടെ ടേസ്റ്റാണ് വായിൽ മുഴുവൻ. ബിക്കോസ് ഇത് കംപ്ലീറ്റ് സവോളയാണ്. ഇത്ര സവോള ഇട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അതിന്റെ ടേസ്റ്റ്. കപ്പയുടെ ടേസ്റ്റ് ഫീൽ ചെയ്യണ്ടേ? കപ്പയുടെ ടേസ്റ്റ് അല്ല, ഇത് കപ്പ ബിരിയാണിയാണ്. പൊളിയല്ലേ? പൊളിയാണ്. ഹായ് ബ്രോ. സഹജീവികളും കൂടെ ഉണ്ടെങ്കിലേ നമ്മളും കൂടെ ഉള്ളൂ എന്നുള്ള തിയറി നമ്മൾ ഓർത്തിരിക്കണം. അല്ലേ അങ്ങനെ? രംഗം മുറ്റപ്പോളി കേട്ടാ. ഓക്കെ, അപ്പുറത്തെ കടയിലെ ക്രൗഡും കുറഞ്ഞല്ലോ. ഞാനിത് തീർക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. സംഗതി എന്തായാലും കിടുക്ക ചേട്ടൻ.
എന്താണ് അങ്ങനെ പുട്ട് ബാക്കി ചെയ്യുന്നത്? പുല്ലിന്റെ പുട്ട് ബാക്കിയില്ല, അതിപ്പോ കളക്കി റിസർവായിട്ട് വെച്ചിരിക്കുമല്ലേ? കപ്പ ഇന്നത്തില്ല. കപ്പയില് ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനാണ് കേട്ടോ. അവനത് കിട്ടിയട്ടോ ആ എല്ല്. അതിനോട് നല്ല കോമ്പിനേഷൻ. പുട്ടും കപ്പ ബിരിയാണി. നീ ഈ ചിക്കൻ മേടിച്ചില്ല? എങ്ങനെയുണ്ട്? പൊളി കോമ്പിനേഷൻ അല്ലേ രണ്ടും കൂടെ? അതെ. കഴിക്കടോ. എന്താട്ടോ അങ്ങനെ ഇങ്ങനെ? എനിക്ക് മതി, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഭക്ഷണത്തോട് നിന്ദ പാടില്ല. അറിയാലോ. അത് ശരിയാ, അത് സത്യ, അത് പരമാർത്ഥമാണ് പറഞ്ഞത്. താങ്കൾക്ക് ഇന്നത്തെ ഫുഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഫുഡ് അടിപൊളിയായി, സൂപ്പർ. അതെ, മിക്കവാറും അടിച്ച് സെറ്റായിട്ട് വന്നിരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയാറില്ല. ടേസ്റ്റ് വരുന്ന എന്തോ അതങ്ങ് ഉള്ളിലോട്ട് പോകും. അതെ അതെ, കഴിക്കുക പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫുഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു അല്ലേ? ഇന്നത്തെ ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു ഇവിടെ, പുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെ, നമ്മൾ ഒരുപാട് വേരിയൻസ് ഓഫ് ഫുഡ്സ് ആർ അവൈലബിൾ. ബട്ട് നമ്മൾ അതിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ ആയിരുന്നു. പുതിയൊരു the next episode of Kochi Vellamadi series why MD and Drunken G will be joining you in the next segment. So hope you're having a good night and cheers with you.